ഗൾഫ് നാടുകളിലെ സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അപ്പസ്തോലിക് വിസിറ്ററായി ഇരങ്ങാലക്കുട രൂപതാംഗമായ റവറൻ ഫാദർ ജോളി വടക്കനെ പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പ നിയമിച്ചു. ഇത് സംബന്ധിച്ച് വത്തിക്കാനിൽ നിന്നുള്ള അറിയിപ്പ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന് ഭാരതത്തിലെ അപ്പസ്തോലിക് നൂൻഷ്യോ ആർച്ച് ബിഷപ്പ് ലെയോപോൾദോ ജിറേലി വഴി ലഭിച്ചു. 1965 തൃശൂർ ജില്ലയിലെ മാളയിൽ ജനിച്ച ഫാദർ ജോളി വടക്കൻ പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വൈദിക പരിശീലനത്തിനായി തൃശൂർ രൂപത മൈനർ സെമിനാരിയിൽ ചേർന്നു. തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾ ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ പൂർത്തിയാക്കിയതിനു ശേഷം 1989 അന്നത്തെ ഇരങ്ങാലക്കുട രൂപതാ മെത്രാൻമാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. ഇരങ്ങാലക്കുട രൂപതയിലെ ഏതാനും ഇടവകകളിൽ ശുശ്രൂഷ ചെയ്ത ശേഷം ഫാദർ ജോളി വടക്കൻ റോമിലെ സലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മീഡിയയിലും മതബോധനത്തിലും ലൈസൻഷ്യേറ്റ് ബിരുദം കരസ്ഥമാക്കി. രൂപത മീഡിയ ഡയറക്ടർ, മതബോധന ഡയറക്ടർ, ബൈബിൾ അപ്പസ്തോലിക് ഡയറക്ടർ, പാസ്റ്ററൽ സെന്റർ ഡയറക്ടർ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ വിവിധ ഇടവകകളിൽ വികാരിയായും അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. 2013 മുതൽ 2019 വരെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മാധ്യമ കമ്മീഷൻ സെക്രട്ടറി ആയിരുന്നു. 2024 ജൂലൈ മുതൽ ഇരങ്ങാലക്കുട രൂപതയുടെ സിഞ്ചലൂസായി സേവനം ചെയ്തു വരുമ്പോഴാണ് പുതിയ നിയമനം ലഭിച്ചിരിക്കുന്നത്. ഗൾഫ് നാടുകളിൽ സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അജപാലന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനും കർമ്മ പദ്ധതി തയ്യാറാക്കാനുമാണ് അപ്പസ്തോലിക് വിസിറ്ററെ നിയമിച്ചിരിക്കുന്നത്. അറേബ്യൻ ഉപദ്വീപിലെ 2 അപ്പസ്തോലിക് വികാരിയത്തുകളുടെ അധ്യക്ഷന്മാരുമായുള്ള ഐക്യത്തിലും സഹകരണത്തിനുമായിരിക്കും അപ്പസ്തോലിക് വിസിറ്റർ പ്രവർത്തിക്കുന്നത്. തന്റെ ദൗത്യ നിർവഹണത്തിന്റെ എല്ലാ വിശദാംശങ്ങളും പരിശുദ്ധ സിംഹാസനത്തെ അറിയിക്കണമെന്നും വിസിറ്ററോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സീറോ മലബാർ സഭ മുഴുവനും, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലെ സീറോ മലബാർ വിശ്വാസി സമൂഹവും ഏറെ നാളുകളായി കാത്തിരുന്ന ഒരു നിയമനമാണ് ഇപ്പോൾ വത്തിക്കാൻ നടത്തിയിരിക്കുന്നത്.